ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ ഡി എസ് സി വേൾഡ്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്ത പോലെ ഞാൻ ഇന്ന് 10th പ്രിലിംസ് 2026 ഹോട്ട് ടോപ്പിക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് 2026 വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സോർട്ട് ഔട്ട് ചെയ്ത് ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട്. അതിന് പറഞ്ഞിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെ ഏരിയയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, 3 സ്റ്റേജിലും ടച്ച് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്ന്. സോ അത് കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ 10th പ്രിലിംസിനും നിങ്ങൾ കുറച്ചും കൂടെ പിക്ക് ഔട്ട് ചെയ്ത് പഠിക്കേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ തന്നെ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഹോട്ട് ടോപ്പിക്സിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം 10th പ്രിലിംസ് 2026 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PYQ തന്നെയാണ്. കംപ്ലീറ്റ് 21 to 25 ഇതുവരെ നടന്നിട്ടുള്ള 10th ലെവലിലുള്ള പ്രിലിമിനറി പേപ്പേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്ത് നോക്കണം എന്നുള്ളത് മസ്റ്റ് ഫാക്ടറാണ്. ആൻഡ് നിങ്ങൾ കമ്പനി ബോർഡ് LGS ആണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ മെയിൻസ് പേപ്പറും ഈ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്ക് അതിൽ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും 21 തൊട്ട് 25 വരെയുള്ളത് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാത്സ് ഉൾപ്പെടെയുള്ള മേജർ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ അത്യാവശ്യം സെറ്റ് ആകും. ഇൻ ദ സെൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ഏരിയയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്, എസ്പെഷ്യലി സ്ഥിരം കാണുന്ന ജിയോഗ്രഫി, ഹിസ്റ്ററി, സയൻസ്, മാത്സ് ഏരിയാസിൽ നിന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇതുവരെ കിട്ടാത്തവരുണ്ടെങ്കിൽ 21 തൊട്ട് 25 വരെയുള്ളത് PYQs പ്രിലിംസിൻ്റെ ആണെങ്കിലും മെയിൻസിൻ്റെ ആണെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. കാരണം ഞാൻ കംപ്ലീറ്റ് സോർട്ട് ഔട്ട് ചെയ്ത് ഇത് ആൻസേഴ്സൊക്കെ മാർക്ക്ഡ് ആയിട്ടുള്ള PDF ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഈ സമയത്താണെങ്കിലും വളരെയധികം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഡെയിലി നിങ്ങൾക്ക് ഇപ്പോൾ മാത്സ് പോലെയുള്ള അത്യാവശ്യം നമുക്ക് നമ്മുടെ എക്സാമിന് ഒരു 20 മാർക്സാണ് അത് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അത്രയും 21 തൊട്ട് 25 വരെയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മൾ സെറ്റ് ആകും മാത്സിലൊക്കെ. ഓക്കെ, കാരണം മാത്സിൽ നമ്മൾ സ്വതേ പറയുന്ന 10th ലെവലിലുള്ള ബാക്കി ഇപ്പോൾ LDC ലെവലിലുള്ള ഏരിയാസ് ഒന്നും അധികം അതിലില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നിങ്ങൾക്ക് ഓരോന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, PYQ തന്നെയാണ്. അത് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഹോട്ട് ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളുമുണ്ട്. ഓക്കെ, 5 തൊട്ട് 10 വരെയുള്ള സോഷ്യലിലും അതുപോലെ ബേസിക് സയൻസിലുമായിട്ട് കിടക്കുന്ന കുറേയധികം പാഠഭാഗങ്ങളുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് മുൻപ് പഠിച്ചു പോകേണ്ട പാഠഭാഗങ്ങളാണ്. അങ്ങനെ പ്രിലിം സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു സ്പെസിഫിക് പ്ലേലിസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ SCERT കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിലും വളരെയധികം പ്രിലിംസിന് മുൻപ് നിങ്ങൾക്ക് പിക്ക് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും എല്ലാം തന്നെ. ഞാൻ ഓൾറെഡി പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് SCERT 5 to 10 സോഷ്യലും സയൻസും എടുക്കുന്നതാണ്. ഈ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ 10th പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. അത് ടെക്സ്റ്റിലുള്ള എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ് മലയാളത്തിലുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ചോദ്യമായിട്ടും എന്ത് ചെയ്യുന്നത് വയ്ക്കുന്നത്. ഓക്കെ, അത്യാവശ്യം ഒരു കൺസെപ്ച്വൽ നോളജ് ഒരു ഏരിയനെ കുറിച്ച് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമ്മൾ വെറും ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ തരത്തിൽ മനസ്സിലാക്കി പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സോഷ്യൽ ആണെങ്കിലും സയൻസ് ആണെങ്കിലും എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകും. സോ നിങ്ങൾക്ക് ഈ SCERT സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിലും പ്രിലിംസിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട SCERT പാഠഭാഗങ്ങൾക്ക് കവർ ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ടൈം കൊണ്ട് പഠിച്ച് തീരുമോ, കേട്ട് തീരുമോ? തീർച്ചയായിട്ടും തീരും. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൊത്തത്തിൽ വേണ്ട SCERT പാഠഭാഗങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ പ്രിലിം സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് തരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് മെയിൻസിൻ്റെ SCERT പാഠഭാഗങ്ങളിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ധാരാളം ചോദ്യങ്ങൾ SCERTയിൽ നിന്നുണ്ട്, കുറേ ആഡ് ഓൺ ഫാക്ട്സ് SCERTയിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി പോകണം. അത് സോഷ്യൽ ആണെങ്കിലും സയൻസ് ആണെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മുടെ കഴിഞ്ഞ കുറേ ചോദ്യ പേപ്പേഴ്സിൽ എന്തൊക്കെയാണ് ആ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ വെറുതെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ആ കാണുന്നതിനോടൊപ്പം തന്നെ കേൾക്കാൻ കൂടെ വേണം. എന്നാലേ നിങ്ങൾക്കതിൽ അതിലും കുറച്ചും കൂടെ ഏതൊക്കെ ഏരിയാസാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുള്ളൂ. ഞാൻ ഡിഗ്രിക്കും സിമിലർ മാനറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ അവരെടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രിലിംസിനും അതേ ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്. കംപ്ലീറ്റ് ഈ വീഡിയോ കാണുക. ഓക്കെ, പറയുന്നതൊന്ന് ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം കേട്ടോ, ഫുള്ളായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ ഹോട്ട് ടോപ്പിക്സ് PDF-നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഈ 10th പ്രിലിംസ് കൺസേൺഡ് ആയിട്ട് ഞാൻ കുറച്ചധികം സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടൻസ് ബേസ്ഡ് നോട്ട്സ് പോലെ ചെറിയ നോട്ട്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന തരത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വായിച്ചെടുത്ത് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്കത് പെട്ടെന്ന് നോക്കിപ്പോയി. ഞാൻ ഡിഗ്രി പ്രിലിംസിനും സിമിലർ മാനറിൽ ചെയ്തു. അത് കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയി എന്നും എനിക്ക്
പേഴ്സണലി സന്തോഷമായി അത് കേട്ടപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഈ 10th പ്രിലിംസിന് ഈ ടിപ്സ് സഹായകമാകും. ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഹോട്ട് ടോപ്പിക്സ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തത്തിൽ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് കുറച്ചധികം ചോദിക്കാൻ സാധ്യത വളരെയധികം കൂടുതൽ വെച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഒന്ന്, റിവോൾട്ട് ഓഫ് 1857, ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇവൻറ്റ്സ് കംപ്ലീറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓരോ മേഖലയിൽ ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത് പോലെയുള്ള കാര്യങ്ങളും റിവോൾട്ട് ഓഫ് 1857 കൺസേൺ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങൾ എന്ന് പറയാൻ കാരണം INCയുടെ സെഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേയധികം സെഷനുകളുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനത് നമ്മളുടെ ടെസ്റ്റ് സീരീസ് എൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തതിൽ INC ആയിട്ട് ബന്ധപ്പെട്ട് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്ര വർഷങ്ങളുടെ വെച്ചിട്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പറയുന്നത് ടെസ്റ്റ് സീരീസിൽ. സോ അത് പഠിച്ചിട്ട് ആൻസർ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു സമ്മേളനത്തിൽ നിന്ന് എന്ത് ചോദിക്കും എന്നുള്ളത് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ SCRT കോഴ്സ് എടുക്കുന്നവർക്ക് ആക്ച്വലി അങ്ങനെയും കിട്ടും, ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെയുള്ളത് കിട്ടും, അല്ലാതെയും കിട്ടും. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത്. കാരണം അത് മെയിൻസ് വരെ ഉള്ളതിനെ കണക്കാക്കി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഓക്കെ, അഗൈൻ ബാക്ക് ടു INC സമ്മേളനം. ഇതിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഓരോരോ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്തതും അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതും വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ഓക്കെ, അതുപോലെ തന്നെ മോഡറേറ്റ്സും എക്സ്ട്രീമിസും തിരിച്ച് ജോയിൻ ആയത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ വന്ന സമ്മേളനം ഏതാണ്, ഇങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള INC സമ്മേളനങ്ങളാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ സ്വദേശി പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCRT പാഠഭാഗത്ത് തന്നെ അത്യാവശ്യം കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ SCRT ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കേസിൽ. അത് സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്ററുകളുണ്ട്, അത് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ഒരു സമയം എടുത്ത് നോക്കാൻ ഏതാണെന്ന് മനസ്സിലാക്കി നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാനൊരു പ്രിലിംസ് കൺസേൺ ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് കൊടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് എടുത്തെടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ക്ലാസ്സുകൾ ജസ്റ്റ് കാണുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് എക്സാമിന് മുൻപ് പെട്ടെന്ന് കേട്ട് തീർക്കാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ എല്ലാം എടുക്കുന്നത് കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് അത്രയും ക്ലാസ്സുകൾ കേട്ട് അവസാനിപ്പിക്കാം, റിവൈസ് ചെയ്യാം. പിന്നെ ഉള്ളത് സൂരജ് പിളപ്പ്, ഗദ്ദാർ പാർട്ടി, ഹോം റൂൾ പ്രസ്ഥാനം. ഇതിൽ സൂരജ് സ്പ്ലിറ്റ് നിങ്ങൾക്കറിയാം എന്താണ് എന്നുള്ളത് ഞാൻ പറയണ്ട, അതൊക്കെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സാധ്യത കൂടുതൽ കണ്ടിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. പിന്നെ ഗദ്ദാർ പാർട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഹോം റൂൾ പ്രസ്ഥാനം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഞാൻ ടെസ്റ്റ് സീരീസിൽ സ്പെസിഫിക് ആയിട്ടുള്ള പഠിക്കാനുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നവർക്ക് എളുപ്പമാണ് അതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതിൽ നമ്മൾ ആ ഒരു ബ്രോഡ് കാറ്റഗറി പറയുമ്പോൾ നിങ്ങളതിന് മനസ്സിലാക്കേണ്ടത് ഒബ്വിയസ്ലി രാജാറാം മോഹൻ റായിയുടെ, അതുപോലെ തന്നെ നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ഒക്കെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സംഘടനകളുടെ പേര്, അത് എന്ന് വന്നു, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കൺസേൺഡ് ആയിട്ട് കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പറയുന്ന വ്യക്തിത്വങ്ങളെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT പാഠഭാഗങ്ങളുണ്ട്. ആ SCRT പാഠഭാഗങ്ങൾ ഞാൻ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം SCRTയിലുള്ള കാര്യങ്ങൾ എന്തായാലും അവരെടുത്ത് ചോദിക്കും. അപ്പോൾ ടെക്സ്റ്റിൽ പക്ഷേ അവരെക്കുറിച്ചുള്ള എല്ലാം കാണില്ല, പക്ഷേ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖല നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അതിൽ ഓരോരുത്തരുടെയും പണ്ഡിത രമാബായിയുടെ, ജ്യോതിറാവു ഫുലെയുടെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രാവശ്യം എടുത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ടെക്സ്റ്റിലും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് SCRT വളരെയധികം ഹെൽപ്ഫുൾ ആകും ഈ ഒരു ഏരിയാസ് ഒക്കെ കവർ ചെയ്യാൻ. പിന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, ഇത് ആക്ച്വലി നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സിലബസിൽ കാണില്ല. ഞാനൊരു നിങ്ങളധികം റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഇട്ടതാണ്. കാരണം ഈ പറയുന്ന ഒരു കൃതികളെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ടെക്സ്റ്റിൽ അതുണ്ട്, SCRTയിൽ കറക്റ്റ് ഒരു ബോക്സിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സാഹിത്യ കൃതികളെക്കുറിച്ച് ഓരോരുത്തരുടെ. അത് പല പ്രാവശ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട് പലതിലും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് SCRT ബേസ്ഡ് ആയിട്ട് നോക്കിയാലും മതി, അതിനപ്പുറം കുറേ ചോദിക്കില്ല. പിന്നെ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളും അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നും എടുത്തൊന്ന് നോക്കണം. നിസ്സഹകരണ പ്രസ്ഥാനമാണെങ്കിലും അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള സകലതും ഓരോ വർഷമടക്കം എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കി വെക്കണം. അതുപോലെ ഗാന്ധിജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിനെ ബന്ധപ്പെടുത്തി പലരും എഴുതിയ പുസ്തകങ്ങളും ഒക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഇത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എന്തുണ്ട് സിലബസിൽ പറയുന്നുണ്ട്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്ന് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ സംഘടന, അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, അത് തുടക്കത്തിൽ എന്തായിട്ട് വരുന്നു, പിന്നെ അതെന്തിലേക്ക് എത്തി, അതിൻ്റെ അധ്യക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കണം. പിന്നെ ഞാനിവിടെ എക്സ്ട്രാ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്നുള്ള രീതിയിൽ കൊടുത്തത് പല എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എഡ്യൂക്കേഷണൽ കമ്മീഷൻസും ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സിലബസിലെല്ലാം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കാണാത്തത് നിങ്ങളോട് ഞാനൊന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്.
അതിൽ പല എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ലൈക്ക് രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ ഒക്കെ എന്തൊക്കെ ഇതിനൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ദെൻ ഇന്ത്യയുടെ വിദേശ നയം ചേരിചേരാ പ്രസ്ഥാനം. ഇതിൽ നാം, കാരണം നാം എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. എപ്പോൾ വന്നു ചേരിചേരാ പ്രസ്ഥാനം, ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്, ഏത് സമ്മേളനത്തിലാണ് ഇത് രൂപീകരിക്കാൻ തീരുമാനിച്ചത്, അത്രയുമുള്ള ബേസിക് ഫാക്ട്സ് മതി കേട്ടോ. ഇനി നെക്സ്റ്റ് കേരള ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ സ്വതേ കണ്ടുവരുന്ന LDCD സിലബസിൽ യൂറോപ്യന്മാരുടെ വരവ് തൊട്ടാണുള്ളത്. ഞാൻ പറഞ്ഞത് നമുക്ക് പ്രിലിംസിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്നാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞു തുടങ്ങുന്നത് എങ്കിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്ട്രാ പഠിക്കുന്നത് നല്ലതാണ്. അത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രിലിംസിന്റെ പേപ്പേഴ്സിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 5 തെങ്ങ് കലാപം. 5 തെങ്ങ്, ആറ്റിങ്ങൽ, പഴശ്ശി വിപ്ലവം, കുറിച്യകലാപം. ഈ ഒരു സെറ്റ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക, വർഷം അടക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും. ഇത് എന്താണ് നമ്മുടെ തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇവർ കൊണ്ടുവന്ന കുറേയധികം പോളിസീസ്, അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ടെസ്റ്റ് സീരീസ് ഇട്ടപ്പോൾ എല്ലാ നമ്മളുടെ മേജർ ആയിട്ടുള്ള ട്രാങ്കൂർ റൂളേഴ്സിൻ്റെയും സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പറഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഏതിന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു, പ്രിലിംസ് പ്ലസ് മെയിൻസ് ആസ്പെക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണത്. അതൊക്കെ നമ്മുടെ SCRT കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇതിന് ബാക്കി നമുക്ക് വേറെ ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്വാതി തിരുനാളും അതുപോലെ തന്നെ വനിതാ റൂളേഴ്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫിലിംസ് പെർസ്പെക്റ്റീവിൽ ഇവരുടെ രണ്ടുപേരുടെ അത്യാവശ്യം ഒന്ന് നോക്കി വെച്ചാൽ തന്നെ നല്ലതാണ്. പിന്നെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മളുടെ കേരള ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അത് ശ്രീനാരായണ ഗുരുവിനെ ബന്ധപ്പെടുത്തി, അതുപോലെ തന്നെ ആരൊക്കെയാണ് നമ്മുടെ ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി ബേസ് ചെയ്തിട്ടുള്ള സകല സാമൂഹ്യ പരിഷ്കരണ എന്താണ് അവർ കൊണ്ടുവന്ന പരിഷ്കർത്താക്കൾ കൊണ്ടുവന്ന പ്രസ്ഥാനങ്ങളും ശ്രദ്ധിക്കണം. അത് കൊണ്ടുവന്ന വർഷം, ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ വെച്ചിട്ട് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാൻ നിങ്ങളോട് പറയും. ഓക്കെ, ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ നോക്കേണ്ടതാണ്. കാരണം SCRT ഒരു സെറ്റ് ഓഫ് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും നോക്കണം. അവിടെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് നവോത്ഥാന നായകരെ നോക്കണം, അത് ഞാൻ പറയാം. ഓക്കെ, ദെൻ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ, നിസ്സഹകരണ പ്രസ്ഥാനം, മാപ്പിള കലാപം, നിയമലംഘനം, നിവർത്തനം, വൈദ്യുതി പ്രക്ഷോഭം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഇതൊന്നും നിങ്ങൾക്ക് ഞാനതാ പറഞ്ഞത് സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണില്ല. പക്ഷേ എന്താണ് നമ്മൾ ഇതൊക്കെ നോക്കേണ്ടതാണ്. ഈ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഓരോ വർഷം നടന്നത്, അതിൽ എല്ലാ വർഷവും നടന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി ടോട്ടൽ എത്ര സമ്മേളനങ്ങൾ നടന്നു, ആദ്യത്തേത് എവിടെയാണ്, അവസാനത്തേത് എവിടെയാണ്, ആദ്യത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്, ലാസ്റ്റത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം എങ്ങനെയായിരുന്നു കേരളത്തിൽ, മാപ്പിള കലാപം, അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്, നിയമലംഘന പ്രസ്ഥാനം, നിവർത്തന പ്രക്ഷോഭം, വൈദ്യുതി പ്രക്ഷോഭം, ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഇതൊക്കെ നോക്കണം. ഇതൊക്കെ വർഷം റിലേറ്റഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത. പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഓരോന്നും വന്നത് എന്നുള്ളതും മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ മൊറാഴ സമരം, കരിവള്ളൂര്, ക്വിറ്റ് ഇന്ത്യ പോലത്തെ സംഭവങ്ങളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. തോൽവിറക്, പാലിയം സത്യാഗ്രഹമൊക്കെ. കാരണം ഇതൊക്കെ നമ്മളുടെ ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക, അല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ചോദിക്കാറുള്ളതാണ്. പിന്നെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ സ്ത്രീ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അക്കമ്മച്ചെറിയാൻ, ആനി മസ്ക്രീൻ പോലത്തെ വ്യക്തിത്വങ്ങളാണ്. അവരുടെയൊക്കെ എടുത്തെടുത്ത് തിരുവിതാംകൂറിൽ ആരാണ്, മലബാറിൽ ആരാണ്, അതൊക്കെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം, KPCC സമ്മേളനം, തിരുക്കൊച്ചി സംയോജനമൊക്കെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വർഷം അതെന്നാണ് ചോദിക്കാറുള്ളത്. കാരണം അത് ടെക്സ്റ്റിലുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നില്ല, എങ്ങനെയാണ് കേരളം രൂപീകരിക്കപ്പെട്ടത്, കേരളത്തിന്റെ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ കേരളം വിട്ടുകൊടുക്കേണ്ടി വന്നു, കേരളത്തിന് ഏതൊക്കെ ലഭിച്ചു എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. സ്ഥിരം ക്വസ്റ്റൻ ആണ്. ദെൻ KPCC സമ്മേളനങ്ങൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കുറേയധികം സമ്മേളനങ്ങൾ, അതും ഇത്ര എണ്ണം ഉണ്ട്. അതിൽ ആദ്യം അധ്യക്ഷത വഹിച്ചത്, ലാസ്റ്റ് അധ്യക്ഷത വഹിച്ചത് ആരൊക്കെയാണെന്നുള്ളതും. നെഹ്റു അധ്യക്ഷത വഹിച്ച ഒരു സമ്മേളനം ഉണ്ട്, അത് പയ്യന്നൂർ സമ്മേളനമാണ്. അതൊക്കെ ചോദിക്കാൻ വളരെ 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 സാധ്യതയുള്ളതാണ്. ഓക്കെ, ദെൻ കേരള സംസ്ഥാന രൂപീകരണം, വിമോചന സമരം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, ശ്രീനാരായണ ഗുരു, തൈക്കാടയ്യ, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ മുതലായവർ. അതിൽ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ കുറച്ച് പേരെ നോക്കണം. അതിൽ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് പേര് വക്കം അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ വേലുക്കുട്ടി അരയൻ, അതുപോലെ തന്നെ കുമാരഗുരുദേവൻ, ഓക്കെ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറയും. കാരണം അദ്ദേഹത്തെ കുറിച്ചൊക്കെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ചോദിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ തീരുമാനിച്ചാൽ നമുക്കത് പ്രശ്നമാകരുതല്ലോ. കാരണം ഈ അബ്ദുൽ ഖാദർ മൗലവിനെ കുറിച്ച് വളരെയധികം ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അങ്ങനത്തെയുള്ള റിനൈസൻസ് ലീഡേഴ്സിന്റെ ഒക്കെ സ്പെസിഫിക് ആയിട്ട് നോക്കണം. ഇപ്പോൾ എൻ്റെ ടെസ്റ്റ് സീരീസിൽ ഞാൻ ഓരോ റിനൈസൻസ് ലീഡർ, ഒരു 30-35 റിനൈസൻസ് ലീഡേഴ്സും കണ്ടൊക്കെയുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരെയും വെച്ചിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത് പഠിക്കാൻ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസും അത്യാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് റിലേറ്റ് ചെയ്ത്. കാരണം നിങ്ങളത് പല നവോത്ഥാന നായകരുടെയും നോക്കണം. കാരണം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില നവോത്ഥാന നായകരുടെയും ചോദിക്കാറുണ്ട് കേട്ടോ. സോ അങ്ങനെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് വന്നതുകൊണ്ട് എനിക്ക് ഇതിൽ ജിയോഗ്രഫി ഏരിയാസ് ഒന്നും അധികം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ജിയോഗ്രഫിയുടെ അത്യാവശ്യം നിങ്ങളോട് പറയണം, വെറുതെ കാണിച്ചിട്ട് മാത്രം കാര്യമില്ല. സോ അത് ഇന്ത്യൻ കേരള എന്നുള്ളത് നിങ്ങൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നെക്സ്റ്റ് വീഡിയോയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചത്.
പ്രിലിംസിന് നമുക്ക് സിലബസിൽ ഈ പറയുന്ന ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ഒക്കെ ആണെങ്കിലും 10 മാർക്സ് ഈച്ച് ആണ്. അപ്പോൾ ഒരു 10 മാർക്സിന്റെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലേ ഓരോ ഏരിയയിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇതിന്റെയൊക്കെ ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ ഒക്കെ ആണെങ്കിലും വേഗം ഇടും. കാരണം നമുക്ക് എക്സാം എടുത്തു, അപ്പോൾ ഈ പോർഷനൊക്കെ നിങ്ങൾ വേഗം കവർ ചെയ്യണം. ഈ ഹോട്ട് ടോപ്പിക്സിന്റെ ആണെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മുടെ 10th പ്രിലിംസ് ബേസ്ഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി നോട്ട്സ്, അതായത് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് വെച്ചിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന എന്താണ് എൻ്റെ ചാനലിന്റെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് കൊടുത്തതായിരിക്കും. ഈ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടും. ഇത് ഏത് സമയം വേണമെങ്കിലും ഈ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ അപ്പം തന്നെ ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ ഓൾറെഡി ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പ് ക്യാൻസലും ചെയ്യാം. അതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഉപകാരപ്പെടുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകണം. അതുപോലെ തന്നെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റണം. അവർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ അവർ മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എനിക്ക് സെറ്റ് ചെയ്തെടുത്താലല്ലേ അവർക്ക് അതാണ് കൺസേൺ ആയിട്ടുള്ള നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ ഞാനിത് ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കി ഓരോ വിഷയങ്ങളുടെ വെച്ചിട്ട്. അപ്പോൾ അതിന്റെ നോട്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ട്രസ്റ്റ് മീ, ഈ പറയുന്നതിൽ നിന്നൊക്കെ ചോദിക്കും എന്നുള്ളത് എന്താണ് എനിക്ക് ഉറപ്പാണ്. കാരണം ധാരാളം PYQ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉടനെ തന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതും ഒക്കെ പറയുന്നതായിരിക്കും. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനലായ വൃന്ദാവൻ PC വേൾഡും എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PC വേൾഡും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക. ഇതിന്റെ നോട്ട്സ് PDF ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. അതുപോലെ തന്നെ SCRT ക്ലാസ്സസ് വേണ്ടവരും തീർച്ചയായിട്ടും എനിക്ക് ടെലിഗ്രാം ചാനലിലൂടെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. സോ ദാറ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലൂടെ ICRT പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.